ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പം നമുക്ക് നേരെ സുമിത്രയുടെയും സിദ്ധുവിന്റെയും ഒക്കെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സച്ചിൻ ആണെങ്കിൽ സുമിത്രയുടെ വീട്ടിൽ വന്ന് വലിയ വഴക്കൊക്കെ ഉണ്ടാക്കുകയാണ്. സച്ചിൻ ചോദിക്കുകയാണ്, ശീതളെ നീ ഇപ്പം വരികയാണെങ്കിൽ എന്നോടൊപ്പം ഇപ്പൊ തന്നെ പുറപ്പെട്ടോണം, അല്ലെങ്കിൽ ഇനി നിന്നെ വിളിക്കാൻ എന്നുള്ള പേരിൽ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുകയാണ്. അപ്പൊ ശീതളാണെങ്കിലോ, നീ ഇത്രയും കാലം എന്നോട് ചെയ്ത ആ ഒരു ക്രൂരതകള് അതൊന്നും മറന്നിട്ട് എനിക്ക് പെട്ടെന്ന് സച്ചിനെ നിന്റെയോടൊപ്പം വരാനായിട്ട് സാധിക്കില്ല എന്ന് തന്നെ സച്ചിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അപ്പൊ സച്ചിനോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സച്ചിൻ സൈക്കോയാണല്ലോ, അതുകൊണ്ട് തന്നെ സച്ചിന് തീരെ ഈ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. സരസ്വതി അമ്മയാണെങ്കിലും ആ സമയത്ത് സച്ചിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. സച്ചിനോട് പറയുന്നുണ്ട്, എടാ മോനെ, നിന്റെ ഭാര്യയാണ്, ഇവളെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ടുള്ള എല്ലാ അവകാശവും അധികാരവും ഒക്കെ നിനക്കാണുള്ളത്. അല്ലാതെ സുമിത്ര പറയുന്ന കാര്യങ്ങൾ കേട്ട് നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ നിന്റെ ജീവിതം നശിച്ചു പോവും. അപ്പൊ ഇതൊക്കെ കേട്ട് ഒന്നുകൂടി എരിപൂണ്ട് നിൽക്കുന്ന സച്ചിനാണെങ്കിലോ ശീതളിന് ബലമായി പിടിച്ചിറക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇപ്പൊ ശീതളാണെങ്കിലോ, ഇല്ല സച്ചിൻ, എന്നെ വിട്, ഞാൻ നിന്നോടൊപ്പം വരില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ശീതളിനെ കയ്യിൽ പിടിച്ച് ഇവൻ തിരിക്കുകയാണ്. അപ്പം ഇവന്റെ ആ ഒരു സൈക്കോത്തരമൊക്കെ നമ്മുടെ സുമിത്ര കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ സുമിത്രയാണെങ്കിൽ പോയി തടസ്സം പിടിക്കുകയാണ്. തടസ്സം പിടിക്കുന്ന സുമിത്രയുടെ നേരെയും ഇവൻ തിരിയുന്ന സമയത്ത് സിദ്ധാർത്ഥ് ഇതെല്ലാം കണ്ട് അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ കേൾക്കുന്നതിനും കാണുന്നതിനും ഒക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സിദ്ധുവിന്റെ സകല നിയന്ത്രണങ്ങളും വിടുകയാണ്. സിദ്ധാർത്ഥ് നേരെ വന്നിട്ട് സച്ചിനോട് ദേഷ്യപ്പെടുകയാണ്. എന്റെ മോളെ വിടടാന്ന് പറയുകയാണ്. അപ്പൊ മോളെ വിടടാന്ന് പറയുന്ന സമയത്ത് സച്ചിൻ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഇത് ഏതാ ഈ സിക്കുകാരൻ എന്നുള്ള രീതിയിൽ നമ്മുടെ സിദ്ധു തലയിലൊക്കെ കെട്ടുമൊക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ. അപ്പം ഒരടി കിട്ടിയ ചിന്ത നമ്മുടെ സിദ്ധാർത്ഥിനുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ പ്രതിരോധം കുറച്ച് കൂടുതലായിട്ട് അങ്ങ് എടുക്കുകയാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ സച്ചിനെ ഇങ്ങ് പിടിച്ച് മാറ്റി നിർത്തിയിട്ട് അവന്റെ മോന്ത നോക്കി 2-3 അങ്ങ് അടി അങ്ങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് സച്ചിനാണെങ്കിലോ അമ്മായിയമ്മയുടെ അടി കൊണ്ടിട്ട് ഒരാഴ്ചയായി ുള്ളൂ. അപ്പൊ തന്നെ ദാ അമ്മായിയപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പം താൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് സച്ചിന് മനസ്സിലാകുകയാണ്. സച്ചിൻ പറയാണ്, അതെ, എന്റെ കൂടെ ഇവൾക്ക് വരണമെങ്കിൽ ഈ സമയം വരാം, ഇല്ലെങ്കിൽ ഇനി ഇവളുമായിട്ട് ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഞാനില്ല. ഞാൻ നിങ്ങളോട് ചെയ്തത് തെറ്റാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ അതിന് നിങ്ങളിങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവൻ വളരെ ദേഷ്യപ്പെട്ടു പോകുമ്പോൾ സരസ്വതി അമ്മയോട് ഒരു കാര്യം കൂടെ അവൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് മതിയായോ എന്ന് ചോദിക്കുക. നിങ്ങൾ ഒറ്റൊരുത്തിയാണ് വീട്ടിലിരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ശീതള വരാൻ തയ്യാറാണെന്നാണല്ലോ നിങ്ങൾ എന്നെ വിളിച്ചറിയിച്ചത്. എന്നിട്ടാണോ ശീതൾ എന്നോടൊപ്പം വരാതിരുന്നത് എന്നുള്ള കാര്യമൊക്കെ സരസ്വതിയോട് ചോദിക്കുമ്പോഴത്തേക്കിനും സരസ്വതി അമ്മയാണ് ഇതിന്റെ പ്രതി എന്നുള്ള കാര്യം സിദ്ധാർത്ഥിനും ശീതളിനും അതുപോലെ തന്നെ സുമിത്രയ്ക്കും മനസ്സിലാകുകയാണ്. ഈ ചെറുക്കനെ എന്ത് ചെയ്യാനാണ് എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ അവിടെ ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. സുമിത്ര നേരെ സരസ്വതിക്ക് പിന്നാലെ തിരിയുക. അപ്പൊ സുമിത്രയോട് സരസ്വതി പറയുന്നുണ്ട്, എന്റെ മോളെ, ഇവൾക്കൊരു ജീവിതം വേണ്ടേ, അത് വിചാരിച്ചിട്ടാണ് അമ്മ അവനെ വിളിച്ചു പറഞ്ഞത്. അമ്മ ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അമ്മ ഇതിനു മുന്നേയും ആശുപത്രിയിൽ വെച്ചും ശീതളിനെ ഇവനോടൊപ്പം പറഞ്ഞയക്കാനായിട്ട് പല പരിപാടിയും ചെയ്തതല്ലേ. അമ്മയ്ക്കിത് എന്തിന്റെ കേടാണെന്ന് ചോദിക്കുകയാണ്. അതെ, ഞാൻ ചെയ്തത് വലിയ തെറ്റൊന്നും അല്ലല്ലോ മോളെ. ശീതള അവിടെ അവന്റെ ഒപ്പം അല്ലേ താമസിക്കേണ്ടത്, നമ്മുടെ ഒപ്പം അല്ലല്ലോ താമസിക്കേണ്ടത്. സിദ്ധാർത്ഥിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നീ ഇവിടെ ഉണ്ടല്ലോ. അതെ, സിദ്ധാർത്ഥിന്റെ കാര്യങ്ങൾ നോക്കാൻ അയാളുടെ മകളും നിങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ അയാളുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, എനിക്ക് അതിനുള്ള കാര്യങ്ങളും ഇല്ല, അവകാശവും ഇല്ല എന്നും പറഞ്ഞ് സുമിത്ര ദേഷ്യപ്പെട്ടു പോവുകയാണ്. അപ്പൊ സരസ്വതി അമ്മയെ സിദ്ധുവും ഒന്ന് ചൂഴ്ന്നു നോക്കുക കേട്ടോ. ശീതളിന് നല്ല ദേഷ്യമുണ്ട്. ഇപ്പൊ ഈ സീൻ ഉണ്ടാക്കിയത് സരസ്വതി അമ്മയുടെ കുബുദ്ധിയാണല്ലോ. അങ്ങനെ ആ ഒരു സീനിന് ശേഷം നമ്മുടെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അപ്പൊ അനിരുദ്ധാണെങ്കിലോ മുകളില് നമ്മുടെ അനന്യയുടെയും കുഞ്ഞിന്റെയും അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് അനന്യ ചോദിക്കുകയാണ്, അല്ല നീ എന്താണ് മമ്മിയും ഡാഡിയും കൂടി അനിയെ വലിയ കാര്യമായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ അവിടുന്ന് പോകുന്നത് കാരണം കാര്യങ്ങളൊന്നും കേട്ടില്ല, എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് എൻ്റെ അച്ഛനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എത്രയൊക്കെ വന്നാലും പ്രേമാന്റി പറഞ്ഞതിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛനെന്ന് പറയുന്ന മഹാൻ, അയാള് ഇപ്പം അയ്യാണ്ട് കിടക്കുകയാണ്. എന്നാൽ കൂടിയും അയാൾ ഒരുപാട് ദ്രോഹങ്ങളാണ് എൻ്റെ അമ്മയോടും ഞങ്ങൾ മക്കളോടും ഒക്കെ ചെയ്തത്. എത്ര വർഷക്കാലമാണ് അങ്ങേര് ഇവിടുന്ന് മാറി നിന്നത്. അത് മാത്രമോ, എൻ്റെ അമ്മ നിൽക്കുകയല്ലേ വേദികാന്റിയെ വിവാഹം കഴിച്ചത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരി, പക്ഷേ നിന്റെ സ്വന്തം അച്ഛനാണ്
ഇത്രയും വലിയ പരിക്കൊക്കെ പറ്റി ആശുപത്രി കിടന്നത്. ആശുപത്രി കിടന്ന സമയത്ത് പോലും അനി നീ അച്ഛനെ പോയി കണ്ടിട്ടില്ല, അതുകൊണ്ട് നമുക്കൊന്ന് അച്ഛനെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ്. എന്റെ പൊന്ന അനന്യ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, പ്രതീഷിന്റെ കുഞ്ഞാണ് നമ്മളോടൊപ്പം ഉള്ളത് എന്നുള്ള കാര്യം അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നമ്മളെ ദോഷമായിട്ട് ബാധിക്കുകയുള്ളൂ. നീ ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കി വേണം നീ സംസാരിക്കാൻ എന്നുള്ള കാര്യം അനന്യയുടെ മുഖത്ത് നോക്കി അനിരുദ്ധ് പറയുമ്പോഴത്തേക്കിനും അനന്യ ചിന്തിക്കുകയാണ്. ശരിയാണ്, അത് മാത്രമല്ലല്ലോ, സിദ്ധുവിനെ കാണാനായിട്ട് ഇപ്പൊ പോയി കഴിഞ്ഞാൽ സുമിത്രാന്റി മരിച്ചുപോയി എന്നുള്ള കാര്യം താൻ ഉൾപ്പെടെ അനിരുദ്ധിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനിരുദ്ധ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് തങ്ങളുടെ ബന്ധത്തെ ബാധിക്കുമെന്ന് അനന്യയും മനസ്സിലാക്കുകയാണ്. അപ്പൊ അവൾ പതുക്കെ ആ ഒരു വിഷയം അവിടെ അങ്ങ് ഒതുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ പൂജയും അതുപോലെ തന്നെ പങ്കജും കൂടി നിന്ന് സംസാരിക്കുകയാണ്. അപ്പം അവര് ഇടയ്ക്ക് നിന്ന് വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം നേരെ തിരികെ അവര് രഞ്ജിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ രഞ്ജിത ആന്റിക്ക് ഇത്രയും വലിയൊരു അപകടമാണ് സംഭവിച്ചതെന്ന് നമ്മുടെ പൂജ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലല്ലോ. പങ്കജ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പം രഞ്ജിതയ്ക്ക് പെട്ടെന്നൊന്നും മാറുന്ന ഒരു അസുഖമായിട്ട് നമ്മുടെ പൂജയ്ക്ക് തോന്നുന്നേ ഇല്ല. അപ്പൊ പൂജയാണെങ്കിലോ രഞ്ജിതാന്റി സമാധാനപ്പെടും കേട്ടോ. എന്തായാലും രഞ്ജിതാന്റി വിചാരിക്കുന്നത് പോലെയൊന്നും എന്റെ അച്ഛന്റെ ആത്മാവ് സങ്കടപ്പെടുന്നൊന്നും ഉണ്ടാവില്ല. അച്ഛൻ എപ്പോഴും ആന്റിയും ഞാനും ഒക്കെ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാനാണ് ആഗ്രഹിക്കുക. അച്ഛൻ ഇഷ്ടപ്പെട്ട് തന്നെയാണല്ലോ ആന്റിക്ക് സ്വത്തുക്കളെല്ലാം കൈമാറിയത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിതയെ ആശ്വസിപ്പിക്കുമ്പോഴത്തേക്കിനും പങ്കജ് കളിച്ച കളിയാണ് ഇതെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയാലോ. അപ്പൊ രഞ്ജിത ഭയങ്കര സങ്കടം അങ്ങ് അഭിനയിക്കുകയാണ്. രഞ്ജിത പറയാണ്, മോളെ ആന്റിക്ക് നല്ല കുറ്റബോധമുണ്ട്. എന്റെ രോഹിത്തേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തെങ്കിലും ഒരിക്കലും ഞാൻ അതൊന്നും അംഗീകരിക്കരുതായിരുന്നു. നീ തന്നെയാണ് ഇതിന്റെ എല്ലാം യഥാർത്ഥ ഉടമ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും പൂജയ്ക്കും വളരെ സങ്കടമൊക്കെ ആയി കേട്ടോ. അപ്പൊ ഇവർക്ക് എന്തൊക്കെയോ നന്മയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജ അങ്ങ് ചിന്തിച്ച് വെക്കുകയാണ്. എന്തായാലും ആന്റി ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇടയ്ക്ക് ആന്റിയെ സമാധാനിപ്പിക്കാനായിട്ട് ഞാനും പങ്കജും ഒക്കെ ഉണ്ടല്ലോ. ആന്റി അതുകൊണ്ട് ഒന്നുകൊണ്ട് ഓർത്തും വിഷമിക്കുമൊന്നും വേണ്ടാന്നും പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് എന്നാ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം മോൾക്ക് 2 ദിവസം ആന്റിയോടൊപ്പം താമസിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആന്റി ഭയങ്കര നല്ല ആന്റി ആയ വിവരമൊക്കെ അറിയുമ്പോൾ നമ്മുടെ പൂജയ്ക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. അപ്പൊ പൂജ പറയാണ്, അതെ എന്റെ അമ്മ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളത്, അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകണമെന്നുള്ള കാര്യം പറയുമ്പോൾ മോളെ അവിടെ സിദ്ധാർത്ഥിന്റെ അമ്മയും ഒക്കെ ഉണ്ട്. നീയാണല്ലോ ആ വീട്ടിലൊരു അധികപ്പറ്റായിട്ടുള്ളത്. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലത്. നിന്റെ അച്ഛന്റെ സ്വന്തക്കാര് ഞങ്ങളല്ലേ നിന്റെ രക്തം എന്നുള്ള കാര്യമൊക്കെ രഞ്ജിത നമ്മുടെ പൂജയെ പറഞ്ഞ് തിരുത്തുകയാണ്. രഞ്ജിത ഇടയ്ക്ക് കൂടെ സ്ട്രൂ വലിക്കുന്നത് എന്താന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും സുമിത്രയുമായിട്ട് നമ്മുടെ പൂജ തെറ്റിപ്പിരിഞ്ഞ് ഈ വീട്ടിൽ വന്ന് താമസിക്കണം. അങ്ങനെ താമസിച്ചെങ്കിൽ മാത്രമല്ലേ പങ്കജുമായിട്ട് അടുക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ രഞ്ജിത ഇങ്ങനെ മനസ്സിൽ കരുതുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിലോ, എന്തായാലും ആന്റി ഞാൻ ഒരു ദിവസം വന്ന് നിൽക്കാം, പക്ഷെ അത് ഇന്ന് നിൽക്കാൻ പറ്റില്ല, എനിക്ക് എന്റെ അമ്മയുടെ അടുത്തേക്ക് പോകണമെന്നും പറഞ്ഞ് പങ്കജിനോടും ഒക്കെ യാത്ര പറഞ്ഞ് പൂജ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെതാ വീട്ടിലാണെങ്കിൽ ഗംഭീര ചർച്ച നടക്കുകയാണ്. സിദ്ധാർത്ഥിനെ ഇട്ട് പൊരിക്കുകയാണ് സുമിത്ര. അതെ, നിങ്ങൾ ഒറ്റൊരുത്തനാണ് ഇത്രയും കാലം ശീതളിന്റെ ജീവിതം തകരരുത് എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ശീതളിനെ ഇവിടെ പിടിച്ചു നിർത്തിയത്. പിന്നെ അവന്റെ ആ ഒരു മാനസിക വിഭ്രാന്തി അത് പൂർണ്ണമായി മാറിയെങ്കിൽ മാത്രം ഇവരെ ഒരുമിച്ച് വിട്ടാൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ നിങ്ങൾ ഇന്ന് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം തകിടം മറിച്ചു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എടുത്തു ചാടിയത് എന്നുള്ള കാര്യമൊക്കെ സുമിത്ര സിദ്ധാർത്ഥ നോട് ചോദിക്കുമ്പോ സിദ്ധു ആണെങ്കിലോ, സുമിത്രേ നീയും മോളും ഒക്കെ എന്നോട് ക്ഷമിക്കണം, അപ്പോഴത്തെ ആ ഒരു അവസ്ഥ അതായിരുന്നു. ശീതളിന് എന്തെങ്കിലും അപകടം സംഭവിക്കൂ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നും പറഞ്ഞ് സിദ്ധാർത്ഥ ആണെങ്കിൽ താൻ ചെയ്തു പോയ തെറ്റിന് സുമിത്രയോടും ശീതളിനോടും ഒക്കെ മാപ്പ് ചോദിക്കുകയാണ്. അപ്പം സുമിത്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവസാനം ഒരു മാപ്പ് ചോദിച്ചാൽ തീരാവുന്നതാണോ? ഒരാളെ കൊന്നിട്ട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരാവുന്ന പ്രശ്നമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സിദ്ധാർത്ഥിന് മനസ്സിലായി സുമിത്ര പല പഴയ കണക്കുകളും ഒക്കെ കുത്തിപ്പൊക്കുകയാണ് എന്നുള്ള കാര്യം. അപ്പൊ സരസ്വതി അമ്മയാണെങ്കിൽ ഇതൊക്കെ കേട്ടൊരു മൂലയ്ക്ക് മിണ്ടാതെ ഇരിക്കാട്ടോ. ഇനിയിപ്പോ പ്രത്യേകിച്ച് വോയിസ് ഒന്നും ഇല്ലല്ലോ, 2 ദിവസത്തേക്ക് അനങ്ങരുത് എന്നുള്ള രീതിയിൽ സരസ്വതി അമ്മ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇവര് സംസാരിക്കുമ്പോഴത്തേക്കിനും
സുമിത്ര പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടിട്ട് സിദ്ധാർത്ഥിന് മറുപടിയില്ല. ഇനി എന്തായാലും സച്ചിനെ നയത്തിൽ വിളിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾ ഇങ്ങനെയൊക്കെ എടുത്തു ചാടിയത് കൊണ്ട് മാത്രമാണ് സച്ചിൻ ഇനി ഈ വീട്ടിലേക്ക് കയറുകയോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവളുടെ ഭാവി എന്താകും നിങ്ങൾ തന്നെ തീരുമാനിക്കും സിദ്ധു എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കിനും സുമിത്രയ്ക്ക് പിന്നാലെ സിദ്ധാർത്ഥ് ചെല്ലുക കേട്ടോ. അപ്പൊ സിദ്ധാർത്ഥ് ചെല്ലുമ്പോഴത്തേക്കിനും സുമിത്ര, ഞാൻ ചെയ്തു പോയതെല്ലാം തെറ്റുകളാണ്. എൻ്റെ ജീവിതം തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ്. അതിൽ ഒരേ ഒരു ശരിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശരി നീയാണ്. പക്ഷെ നിന്നിലെ നന്മ കണ്ടെത്താനായിട്ട് എനിക്ക് സാധിച്ചില്ല. അതുകൊണ്ട് നീ എനിക്കൊരു അവസരം തരണം. നീ എന്നോടൊപ്പം ജീവിക്കൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേക്കിനും സുമിത്രയാണെങ്കിൽ ചൂലെടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പൊ സിദ്ധുവിനോട് പറയുന്നുണ്ട്, അല്ല നിങ്ങളുടെ വയ്യായികയൊക്കെ മാറിയോ എന്ന് ചോദിക്കുക. അപ്പം നീ എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് സിദ്ധു തിരികെ ചോദിക്കുമ്പോഴത്തേക്കിനും, അല്ല നിങ്ങളുടെ വയ്യായികയൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത്. നിങ്ങൾക്കിപ്പം ഞാൻ നോക്കിയിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ താമസം മാറിക്കോണം. ഇനി നമ്മൾ രണ്ടുപേരും കൂടി ഒരു വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള കാര്യം സുമിത്ര സിദ്ധുവിന്റെ മുഖത്ത് നോക്കി പറയുമ്പോഴത്തേക്കിനും സിദ്ധുവിന് വലിയ വിഷമമൊക്കെ ആയിട്ടോ. ഞാൻ പോണോന്ന് തന്നെയാണല്ലേ സുമിത്ര നീ ആഗ്രഹിക്കുന്നത്? അതെ സിദ്ധാർത്ഥ്, ഞാൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. എത്രയൊക്കെ വന്നാലും നമ്മൾക്കിടയിൽ ഒരു ബന്ധവുമില്ല. നിലവില് നിങ്ങൾ എൻ്റെ ആരുമല്ല. പക്ഷെ ഞാൻ നിന്റെ 3 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് സിദ്ധു സെന്റിമെന്റ്സ് അടിക്കുന്നുണ്ടെങ്കിലും സുമിത്ര അതിനെയെല്ലാം നന്നായിട്ട് തന്നെ ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് പൂജ വെളിയിൽ നിൽക്കുന്ന കാര്യമൊന്നും ഇവര് രണ്ടുപേരും അറിയുന്നില്ല. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തില് രോഹിത് മാത്രമേ ഇനിയുള്ളൂ. രോഹിത് മരിച്ചുപോയി എങ്കിലും രോഹിത്തിന്റെ മകൾ എന്നോടൊപ്പം ഉണ്ട്. അവൾക്ക് വേണ്ടിയാണ് ഇനി ഞാൻ ജീവിക്കുക. എൻ്റെ 3 മക്കളും എന്നെ തിരിഞ്ഞു നോക്കാത്ത സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് പൂജ മാത്രമാണ് എന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനോട് പറയുമ്പം സിദ്ധു ആണെങ്കിലോ താൻ ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, സുമിത്ര തന്നെ സ്വീകരിക്കില്ല എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുക കേട്ടോ. പക്ഷെ ഇവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇനിയും ടെസ്റ്റുകളൊക്കെ വരാനുണ്ട്. എന്തായാലും അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്